Very good morning to one and all and warm welcome to our 9th online class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ടോപ്പിക്ക് NCLT ആണ്, അതായത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്നത് എടുത്തപ്പോൾ ഒരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് ചെയ്യുന്നത് NCLT ആണെന്നും ആ NCLTയുടെ സെക്ഷൻ 245 സബ്സെക്ഷൻ 6 and 7 എന്ന് പറയുന്ന പ്രൊവിഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻസ് തന്നെയാണ് NCLTയുടെ പഠിക്കാനുള്ളത്. NCLT എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്. സോ NCLT means National Company Law Tribunal. The government enforced the Companies Act 2013 in order to monitor the affairs of the companies in India. Companies Act 2013 പ്രകാരം ഗവൺമെൻറ്റിനെ എന്ത് എൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്? ഓരോ കമ്പനീസും, ഇന്ത്യയിലുള്ള ഓരോ കമ്പനിയുടെ എഫയേഴ്സ് എന്ന് പറയുന്നത്, ഡെയിലി എഫയേഴ്സ് എന്ന് പറയുന്നത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. The Act states that the provisions regarding incorporation, obligations, liabilities and management of a company. Companies Act 2013 പ്രകാരം ഒരു കമ്പനി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒബ്ലിഗേഷൻസ്, ലൈബിലിറ്റീസ്, മാനേജ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മുടെ കമ്പനീസ് ആക്ട് 2013 പറയുന്നുണ്ട്. National Company Law Tribunal is the outcome of the ഇറാഡി കമ്മിറ്റി. ഇറാഡി കമ്മിറ്റിയുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നതാണ് എന്ത്? NCLT, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് നോട്ടിഫൈഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013. It is a quasi-judicial authority incorporated for dealing with the corporate disputes that are of civil nature arising under the Companies Act. കമ്പനീസ് ആക്ടിൽ ഏതെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ ഡിസ്പ്യൂട്ടിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യേണ്ടവരാണ് ആര്? NCLT എന്ന് പറയുന്നത്. അതായത് ക്വാസി ജുറിഡിക്കൽ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി ആണ് ഈ NCLTക്ക് കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ളത്. അവരെന്താണ് ഡീൽ ചെയ്യുന്നത്? ഡിസ്പ്യൂട്ട്സ്, കോർപ്പറേറ്റ് ഡിസ്പ്യൂട്ട്സ് ആണ് ഡീൽ ചെയ്യുന്നത്. അവരുടെ സിവിൽ നേച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ് അറൈസ് ചെയ്യുന്നത് എന്നുള്ളത് കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് പറയുന്നത്. So NCLT works on the lines of a normal court of law in the country and is obliged to fairly and without any biases determine the facts of each case and decides with the matters in accordance with the principles of a natural justice and in the continuance of such decisions offer conclusions from decisions in the form of orders. NCLT പ്രൊസീഡ് ചെയ്യുന്നത് ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഡിസ്പ്യൂട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളാണ്. അവിടെ കോർട്ട് ഓഫ് ലോ എന്ന് പറയുന്നത് തന്നെ നോർമലായിട്ട് അവർ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു രാജ്യത്തുള്ള നിയമങ്ങളും ആര് ഫോളോ ചെയ്യണം? NCLT ഫോളോ ചെയ്യണം. ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫെയർ ആയിട്ടുള്ള ഒരു ഒബ്ലിഗേഷനാണ് NCLT ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു ബയാസിസ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദ ഫാക്ട്സ് ഓഫ് ഈച്ച് കേസ്. ഓരോ കേസിലും പ്രത്യേകമായിട്ടൊരു പാർഷ്യാലിറ്റി ഇല്ലാതെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനങ്ങളാണ് ഇവിടെ എടുക്കേണ്ടത്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് നേച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നതും ഡിസിഷൻ മേക്കിങ്ങിൽ റിഫ്ലക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്തായിട്ടാണ് കൊടുക്കേണ്ടത്? ഓരോ ഓർഡേഴ്സ് ആയിട്ടാണ് തന്നെയാണ് കൊടുക്കേണ്ടത്. The orders are formed by NCLT could assist in resolving a situation, rectifying a wrong done by any corporate or levying penalties and cost and might alter the rights, obligations, duties or privileges of the concerned parties. അപ്പോൾ NCLTയുടെ ഓർഡർ എന്ന് പറയുന്നത് ഫോം ചെയ്യേണ്ടത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ പറയുന്ന കോർപ്പറേറ്റ് ഡിസ്പ്യൂട്ട്സ് റിസോൾവ് ചെയ്യാനും അതിനോട് അനുബന്ധപ്പെട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും എന്തെങ്കിലും ഫ്രോഡോ മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ അത് തരത്തിലുള്ള ഒരു മെറ്റീരിയൽ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടത് എന്നുള്ളതും പെനാൽറ്റീസ് എങ്ങനെയൊക്കെയാണ് ലെവി ചെയ്യേണ്ടത്, കോസ്റ്റ് ഒരു റൈറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ്
അതുപോലെ തന്നെ ഒബ്ലിഗേഷൻസ്, ഡ്യൂട്ടീസ്, പ്രിവിലേജസ് ഓരോ പാർട്ടീസിൻ്റെയും, ഓരോ കോർപ്പറേറ്റ് ഓർഗനൈസേഷനിലുള്ള ഓരോ പാർട്ടീസിൻ്റെയും കോസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക, റെഡ്യൂസ് ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് NCLT ചെയ്യുന്നത്. അപ്പോൾ NCLTയുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഡിസ്പ്യൂട്ട്സിൽ വരുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നതാണ് NCLTയുടെ മെയിനായിട്ടുള്ള ഫങ്ഷൻ. പക്ഷെ നമുക്ക് അതിൻ്റെ മേജർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ് ഒരു 10-12 പോയിൻറ്റുകൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് NCLT എന്ന് പറയുന്ന ആ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള ഫങ്ഷൻസ് പോയിൻ്റ് വൈസ് ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഫംഗ്ഷൻ രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ്. കമ്പനീസിൻ്റെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇൻകോർപ്പറേഷൻ, അതുപോലെ തന്നെ ഒബ്ലിഗേഷൻസ്, ഡ്യൂട്ടീസ്, ഡിസിഷൻ മേക്കിംഗ്, ഈ പറയുന്ന കാര്യങ്ങളിലാണ് NCLT മോണിറ്റർ ചെയ്യേണ്ടത്. ആർക്ക് വേണ്ടിയിട്ടാണ് മോണിറ്റർ ചെയ്യുന്നത്? ഒരു ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് തന്നെയാണ് NCLT ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് ഫംഗ്ഷനായി രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ്, അതായത് ഇൻകോർപ്പറേഷൻ. The New Companies Act 2013 has enabled questioning the legitimacy of companies because of a specific procedural errors during incorporation and registration. പ്രിലിമിനറി സ്റ്റേജിലാണ് കൂടുതലായിട്ട് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഫ്രോഡ്, മാൽ പ്രാക്ടീസ് ഒക്കെ വരാനായിട്ട് സാധിക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ടും അറിയാതെയും സംഭവിക്കാവുന്ന ഒരു ഈവൻറ്റ്സ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇൻകോർപ്പറേഷൻ്റെ സമയത്തും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ്റെ സമയത്തും ഉണ്ടാകുന്ന എറേഴ്സ് എന്ന് പറയുന്നത് ന്യൂ കമ്പനീസ് ആക്ട് 2013 പ്രകാരം അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. So it is enabled questioning the legitimacy of companies because of specific procedural errors during incorporation and registration. അപ്പോൾ ഇൻകോർപ്പറേഷൻ്റെ സമയത്തും രജിസ്ട്രേഷൻ്റെ സമയത്തും വരുന്ന പ്രൊസീജിയറൽ ആയിട്ടുള്ള എറേഴ്സ് ഒഴിവാക്കേണ്ടത് ഒരു അത്യാവശ്യം തന്നെയാണ്. So NCLT has been empowered in taking several steps from cancelling the registration of a company to dissolving any company. അപ്പോൾ NCLT അതിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഒരു എംപവർമെൻറ്റ്, അതായത് പ്രൊസീജിയറൽ എറേഴ്സ് ഒഴിവാക്കാനുള്ള ഒരു സ്റ്റെപ്സാണ് ആരെടുക്കുന്നത്? NCLT എടുക്കുന്നത്. ആ സ്റ്റെപ്സ് എന്ന് പറയുന്നത് എന്തിനെ ഒഴിവാക്കുന്നത്? ക്യാൻസലിങ് ദ രജിസ്ട്രേഷൻ ഓഫ് കമ്പനി. ഒരു കമ്പനിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിലേക്ക് ലീഡ് ചെയ്യാതെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? NCLT ചെയ്യുന്നത്. So NCLT can deregister any company in specific situations when the registration certificate has been obtained by wrongful manner or illegal means under section 7 subsection 7 of the Companies Act 2013. അപ്പോൾ Companies Act 2013 പ്രകാരം അണ്ടർ സെക്ഷൻ 7 സബ്സെക്ഷൻ 7 പ്രകാരം ഒരു റോങ്ഫുൾ ആയിട്ടുള്ളൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡീരജിസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് ആര് ലീഡ് ചെയ്യുന്നു? NCLT ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് ഈ ഡീരജിസ്റ്റർ എന്ന് പറയുന്നത് വരുന്നത്. അതായത് ഒരു റോങ്ഫുൾ ആയിട്ടുള്ള വഴിയിലൂടെയാണ് ആ കമ്പനി ഒരു രജിസ്ട്രേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ലഭിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ ഇല്ലീഗൽ മീൻസ് എന്ന് പറയുന്ന തരത്തിലുള്ളതാണെങ്കിലും ഡീരജിസ്ട്രേഷൻ എന്ന് പറയുന്നതിലേക്ക് ആര് ലീഡ് ചെയ്യപ്പെടുന്നു? NCLT ലീഡ് ചെയ്യപ്പെടുന്നു. ഇത്രയാണ് രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രൊസീജിയറൽ എറേഴ്സ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ആ സ്ഥിതിയെ ഒഴിവാക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളാണ് ആര് മോണിറ്റർ ചെയ്യുന്നത്? NCLT മോണിറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റായ വഴിയിലൂടെ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡീരജിസ്റ്റർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ആര് ലീഡ് ചെയ്യുന്നു? NCLT ലീഡ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ വരുന്നത് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ NCLTയുടെ റോള് എന്താണെന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. NCLT is also empowered to hear
consider grievance of rejection of companies in transferring shares. ഷെയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗ്രീവൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് ഷെയർ ഹോൾഡേഴ്സിന് റിജക്ഷൻ ഓഫ് കമ്പനീസ് ആ ഷെയർ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രീവൻസ് ആര് സോൾവ് ചെയ്യുന്നുണ്ട്? NCLT സോൾവ് ചെയ്യുകയും അതിനെക്കുറിച്ചുള്ള ഒരു ഡീലിങ്സ് ആര് നടത്തുന്നുണ്ട്? NCLT നടത്തുന്നുണ്ട്. If any company refuses to transfer or mishandles registration of transfers, then the victim or the individual who incurred loss due to this malpractice can appeal to the NCLT within a time frame of 2 months to seek the justice. ഈ ഏതെങ്കിലും ഒരു കമ്പനി റെഫ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ മിസ്ഹാൻഡിൽ ചെയ്യുകയോ ഈ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒബ്ജക്ഷൻ പറയുകയാണെങ്കിൽ വിക്ടിംസിന് അല്ലെങ്കിൽ ആർക്കാണോ ഇത് റിലേറ്റഡ് ആയിട്ട് നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ആ ഇൻഡിവിജ്വലിന് ആരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കാവുന്നതാണ്? NCLTയിൽ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാവുന്നതാണ്. വിത്തിൻ ദ ടൈം ഫ്രെയിം ഓഫ് 2 months to seek justice. ജസ്റ്റിസ് എത്ര മാസത്തിനുള്ളിലാണ് അവർക്ക് ഫ്രെയിം ചെയ്യാനായിട്ട് സാധിക്കുക? 2 മാസത്തിനുള്ളിൽ ഫ്രെയിം ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ മാൽ പ്രാക്ടീസ് വഴിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ട്രാൻസ്ഫർ ഓഫ് ഷെയർസിന് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രീവൻസ് ആണെങ്കിൽ ഈ വിക്ടിംസിന് ആരോട് ഇത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കേസ് അപ്പീൽ ചെയ്യാനായിട്ട് സാധിക്കും? NCLTയിലാണ് അപ്പീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. Contracts and arrangements for security transfer come under the jurisdiction of the NCLT as per section 58 and 59. അപ്പോൾ സെക്ഷൻ 58 and 59 എന്ന് പറയുന്നത് NCLTയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? കോൺട്രാക്ട്സ് ആൻഡ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ സെക്യൂരിറ്റി ട്രാൻസ്ഫർ. ഒരു സെക്യൂരിറ്റി, അത് ബോണ്ടായിരിക്കാം അല്ലെങ്കിൽ ഡിബഞ്ചർ ആയിരിക്കാം, ഷെയർ ആയിരിക്കാം, എനി ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയുടെ ട്രാൻസ്ഫർ അതിൻ്റെ കോൺട്രാക്റ്റോ അറേഞ്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ, അധികാര പരിധി എന്ന് പറയുന്നത് എന്തിന് റിലേറ്റഡ് ആയിരിക്കും? സെക്ഷൻ 58 and 59നോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആയിരിക്കും. Going back to the Companies Act 1956, the solution available for rejection of transmission or transfer were limited only to the shares and debentures of a company. But as of now, the prospect has been raised under the Companies Act 2013 and the now covers all the securities which are issued by any company. ഇനി ആദ്യം നമുക്കുണ്ടായിരുന്ന കമ്പനീസ് ആക്ട് ഏതാണ്? 1956 കമ്പനീസ് ആക്റ്റാണ് നമ്മൾ മുമ്പ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ലഭിച്ചിരുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ളത്? ട്രാൻസ്മിഷനോ അതുമല്ലെങ്കിൽ ട്രാൻസ്ഫറിൻ്റെ റിജക്ഷനിൽ വരുന്ന ആ ഒരു അമെൻമെൻറ്റ് ഏതിൽ വരുത്തിയിട്ടുണ്ട്? ന്യൂ കമ്പനീസ് ആക്ട് 2013 വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സൊല്യൂഷൻസ് മുമ്പ് അവൈലബിൾ ആയിരുന്നത് എങ്ങനെയായിരുന്നു? ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ മാത്രമേ കമ്പനീസ് ആക്ട് 1956 ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഷെയറോ ഡിബഞ്ചറോ ആണെങ്കിൽ ആ ലിമിറ്റഡ് സൊല്യൂഷൻസിൽ നിന്ന് എംപവർമെൻറ്റ് ഏതിൽ വരുത്തിയിട്ടുണ്ട്? പുതിയൊരു കമ്പനീസ് ആക്ട് 2013 വന്നപ്പോൾ പുതിയൊരു പ്രോസ്പെക്ടസ് ആണ് അവിടെ അപ്ലൈ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ എല്ലാ ഷെയറിൻ്റെയും ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എല്ലാ സെക്യൂരിറ്റീസ്, ഓൾ സെക്യൂരിറ്റീസ്, അത് ബോണ്ടായിരിക്കാം, ഡിബഞ്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഷെയർ ആയിരിക്കാം, അതിൻ്റെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു കമ്പനി ചെയ്യുന്നതിന് ന്യൂ സൊല്യൂഷൻസ് ആണ് ന്യൂ കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഷെയർസിൽ ഷെയറോ ഡിബഞ്ചർ എനി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓരോ വിക്ടിംസിനും അല്ലെങ്കിൽ ആർക്കാണോ ഇത് റിലേറ്റഡ് ആയിട്ട് നഷ്ടം സംഭവിച്ചിട്ടുള്ളത് അവർക്ക് ആരോട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും? NCLT ത്രൂ ആയിട്ട് അപ്പീൽ ഫയൽ ചെയ്യാനും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ വരുന്ന ഒരു ഗ്രീവൻസ് എന്ന് പറയുന്നത്, അതായത് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നതിലുള്ള ഗ്രീവൻസ് മാൽ പ്രാക്ടീസ് ആയിരിക്കാം അല്ലെങ്കിൽ റിജക്ഷൻ ഓഫ് ദ കമ്പനി ആയിരിക്കാം, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഗ്രീവൻസും ആരാണ് സോൾവ് ചെയ്ത് കൊടുക്കുന്നത്? NCLT ആണ് സോൾവ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി തേർഡ് ഫങ്ഷൻസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ചാപ്റ്റർ 5 ഓഫ് ദ കമ്പനീസ് ആക്ട് ആണ് ഡീൽ ചെയ്യുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോവാം. The Chapter 5 of the Companies Act deals with the deposits and was notified several times in 2014, and the Company Law Board was the prime authority for taking up the cases under said chapter.
ചാപ്റ്റർ 5 ആണ് ഡെപ്പോസിറ്റ്സിൻ്റെ പ്രൊവിഷൻസ് ഡീൽ ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ഡെപ്പോസിറ്റ്സ് ആൻഡ് വാസ് നോട്ടിഫൈഡ് സെവറൽ ടൈംസ് ഇൻ 2014 ആൻഡ് കമ്പനി ലോ ബോർഡ്. CLBയിലായാലും അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് 2014 വന്നിട്ടുള്ള ഒരു അമെൻമെൻറ്റ് പ്രകാരം ഈ പ്രൈം അതോറിറ്റി എന്ന് പറയുന്നത് ആർക്കാണ്? ഈ ചാപ്റ്റർ 5 NCLTക്ക് തന്നെയാണ്. നൗ സച്ച് പവേഴ്സ് അണ്ടർ ദ ചാപ്റ്റർ 5 ഓഫ് ദ കമ്പനീസ് ആക്ട് ഹാവ് ബീൻ വെസ്റ്റഡ് വിത്ത് NCLT. അതുകൊണ്ട് തന്നെ ചാപ്റ്റർ 5 വരുന്ന എല്ലാ പവേഴ്സും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ആരിലാണ് എൻട്രസ്റ്റ് ചെയ്തിട്ടുള്ളത്? NCLTയിൽ തന്നെയാണ് എൻട്രസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ NCLT ആണ് ചാപ്റ്റർ 5 ഓഫ് ദ കമ്പനീസ് ആക്ടിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിലേറ്റഡ് ടു ദ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡീൽ ചെയ്യുന്നത്. The provisions with respect to the deposits under the Companies Act 2013 were notified prior to the inception of the NCLT. Unhappy depositors now have a remedy of class actions suits for seeking remedy for the omissions and act on part of the company that impacts their rights as the depositors. ഡെപ്പോസിറ്റേഴ്സിൻ്റേതായിട്ടുള്ള റൈറ്റ്സ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും സെക്യൂർ ചെയ്യുന്നതും ആരാണ്? NCLT ആണ്. അതുകൊണ്ട് അൺഹാപ്പി ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ ഗ്രീവൻസ് എന്ന് പറയുന്നത് ആരാണ് സോൾവ് ചെയ്യുന്നത്? NCLT ആണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ the provisions related to the Companies Act 2013 എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ദ ഡെപ്പോസിറ്റേഴ്സ് ആരാണ് സോൾവ് ചെയ്യുന്നത്? NCLT ആണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 പറയുന്ന എല്ലാ പ്രൊവിഷൻസും വിച്ച് ആർ റിലേറ്റഡ് ടു ദ ഡെപ്പോസിറ്റ് ആൻഡ് ദ ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സ് അതല്ലേ പ്രയർ അപ്രൂവൽ ആരുടെ ലഭിച്ചിരിക്കണം? NCLTയിൽ ലഭിച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരു മോണിറ്ററിങ് എന്ന് പറയുന്നത് ആര് ചെയ്യുന്നുണ്ട്? NCLT ചെയ്യുന്നുണ്ട്. എനി ഗ്രീവൻസ് റിലേറ്റഡ് ടു ദ ഡെപ്പോസിറ്റ് ബൈ ദ ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സ് അതാരാണ് സോൾവ് ചെയ്യുന്നത്? NCLT തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. അതായത് റൈറ്റ്സ് ഓഫ് ദ ഡെപ്പോസിറ്റേഴ്സ് എന്ന് പറയുന്നത് ആരാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? NCLT ആണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഫോർത്ത് ഫംഗ്ഷൻ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു പവറും കൂടിയും ആർക്കുണ്ട്? NCLTക്കുണ്ട്. As per the provisions of the Companies Act 2013, investigation about the affairs of the company could be ordered with the help of an application of 100 members, whereas previously the application of 200 members was needed for the same. ഇനി മുമ്പത്തെ കമ്പനീസ് ആക്ട് 1956 പ്രകാരം ഒരു 200 പേരുടെ ഒരു അപ്ലിക്കേഷൻ ലഭിച്ചാൽ മാത്രമേ ഈ NCLTക്ക് എന്ത് ലഭിക്കുന്നുള്ളൂ? ഇൻവെസ്റ്റിഗേഷൻ പവർ ലഭിക്കുന്നുള്ളൂ. പക്ഷേ ഒരു ന്യൂ അമെൻമെൻറ്റ് കമ്പനീസ് ആക്ട് 2013 വന്നിട്ടുള്ള പ്രൊവിഷൻ പ്രകാരം ഒരു 100 മെമ്പേഴ്സിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലഭിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പവർ ആരെ ഏൽപ്പിക്കാനായിട്ട് സാധിക്കും? NCLTനെ ഏൽപ്പിക്കാനായിട്ട് സാധിക്കും. Moreover, if a person who isn't related to a company and he is able to persuade NCLT about the presence of conditions for ordering an investigation, then NCLT has the power for ordering an investigation. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള ഒരു ഓർഡർ ലഭിക്കുകയാണെങ്കിൽ NCLTക്ക് ആ ഓർഡർ മൂലം എന്തും കൂടി ലഭിക്കും? പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയുന്ന ഒരു പവറും കൂടിയും അവർക്ക് ഫങ്ഷനായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇഫ് എ പേഴ്സൺ ഹു ഈസ് ഇൻ റിലേറ്റഡ് ടു എ കമ്പനി, ഒരു കമ്പനിയായിട്ട് ബന്ധമില്ലാത്ത ഒരു പേഴ്സണാണ് ആൻഡ് ഈസ് ഏബിൾ ടു പെർസ്വേഡ് NCLT, അതുപോലെ തന്നെ NCLT പെർസ്വേഡ് ചെയ്യാനായിട്ട് സാധിക്കുക അബൌട്ട് ദ പ്രസൻസ് ഓഫ് ദ കണ്ടീഷൻസ് ഓഫ് ഫോർ ഓർഡറിങ് ആൻ ഇൻവെസ്റ്റിഗേഷൻ. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള ഒരു ഓർഡർ ലഭിക്കുകയാണെങ്കിൽ then NCLT has the power for ordering the investigation. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള ഒരു പവറും കൂടി ലഭിക്കുന്നുണ്ട്. സോ NCLTക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഡെയിലി റൊട്ടീൻ അഫയേഴ്സിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള ഒരു പവറും കൂടിയും ഏത് മൂലം ലഭിക്കുന്നുണ്ട്? ദ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ദ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഫംഗ്ഷൻ ഫ്രീസിങ് അസറ്റ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ അസറ്റ്സ് ഫ്രീസ് ചെയ്യാനുള്ള ഒരു പവറും കൂടിയും ആർക്കുണ്ട്? NCLTക്കുണ്ട്. ദി NCLT ഈസ് നോട്ട് ജസ്റ്റ് എംപവേർഡ് ടു ഫ്രീസിങ് ദ അസറ്റ്സ് ഓഫ് എ കമ്പനി ഫോർ യൂസിങ് ദം അറ്റ് എ ലേറ്റർ സ്റ്റേജ് വെൻ സച്ച് കമ്പനി കംസ് അണ്ടർ ദ ഇൻവെസ്റ്റിഗേഷൻ ഓർ സ്ക്രൂട്ടിനി. സച്ച് ഇൻവെസ്റ്റിഗേഷൻ കുഡ് ഓൾസോ ബി ഓർഡേർഡ് ഓൺ ദ റിക്വസ്റ്റ് ഓഫ് അതേഴ്സ് ഇൻ സ്പെസിഫിക് കണ്ടീഷൻസ്. സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് പ്രകാരം ഏതെങ്കിലും ഒരു പേഴ്സൺ ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൽ ലഭിക്കുന്ന ഒരു ഓർഡർ പ്രകാരം NCLTക്ക് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്?
ഫ്രീസ് ചെയ്യാനുള്ള ഒരു എംപവർമെൻറ്റും കൂടിയും ആർക്കുണ്ട്? NCLT-ക്കുണ്ട്. സോ ദ NCLT ഈസ് നോട്ട് ജസ്റ്റ് എംപവേർഡ് ടു ഫ്രീസിങ് ദ അസറ്റ്സ് ഓഫ് എ കമ്പനി. അത് ഫ്രീസ് ചെയ്യാനുള്ള അധികാരം മാത്രമല്ല, ഫോർ യൂസിങ് ദം അറ്റ് എ ലേറ്റർ സ്റ്റേജ്, പിന്നീട് അത് ഉപയോഗിക്കാനുള്ളൊരു ഓർഡർ കൊടുക്കാനുള്ള ഒരു അധികാരം കൂടിയും ആർക്കുണ്ട്? NCLT-ക്കുണ്ട്. വെൻ സച്ച് കമ്പനി കംസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ഓർ സ്ക്രൂട്ടിനി, NCLT-യുടെ ഒരു ഇൻവെസ്റ്റിഗേഷനും സ്ക്രൂട്ടിനിയുടെ അണ്ടറിൽ വരികയാണെങ്കിൽ മുമ്പ് ഫ്രീസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു അസറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു ഓർഡർ കൊടുക്കാനുള്ള ഒരു അധികാരം കൂടിയും ആർക്കുണ്ട്? NCLT-ക്കുണ്ട്. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓർഡർ പ്രകാരമാണ് NCLT ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്ക്രൂട്ടിനിയുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ ഫ്രീസ് ചെയ്തിട്ടുള്ള അസറ്റ്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ജൂറിസ്ഡിക്ഷൻ ആണ്. എന്തൊക്കെയാണ് ഒരു NCLT-യുടെ അധികാര പരിധി എന്ന് പറയുന്നത്? The tribunal follows the rules set aside in the Code of Civil Procedure and are expected to function as per the guidelines laid out by the central government. The NCLT has jurisdiction over the following actions. ഇവിടെ വരുന്നത് NCLT-ക്ക് വരുന്ന ഒരു ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് എന്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയറിൽ പറയുന്ന ആ ഒരു ഫങ്ഷൻ ചെയ്യാനുള്ള ഒരു ട്രിബ്യൂണലാണ് ഇവിടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നതിൽ കിട്ടുന്നത്. അതായത് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് ഓരോ എൻറ്റിറ്റിയിലും എങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കേണ്ടത്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസും ഗൈഡ് ലൈൻസും ആര് കൊടുക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ്. ആർക്ക് കൊടുക്കുന്നത്? NCLT-ക്ക് കൊടുക്കുന്നത്. സോ ദ NCLT ഹാസ് ജൂറിസ്ഡിക്ഷൻ ഓവർ ദ ഫോളോയിങ് ആക്ഷൻസ്. അപ്പോൾ ആ സെൻട്രൽ ഗവൺമെൻറ്റിൽ പറയുന്ന ആ ട്രിബ്യൂണലിനെ ബേസ് ചെയ്തുകൊണ്ട് സിവിൽ പ്രൊസീജിയറിൽ പറയുന്ന കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് നടപ്പിലാക്കാനുള്ള ഒരു അധികാര പരിധിയും കൂടിയും ആർക്ക് ലഭിക്കുന്നുണ്ട്? NCLT-ക്ക് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ദ ക്ലാസ് ആക്ഷൻ. നമ്മൾ നേരത്തെ കഴിഞ്ഞ സെഷനിൽ ക്ലാസ് ആക്ഷനിൽ NCLT-യുടെ പവേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പബ്ലിക് നോട്ടീസായിട്ട് ഇഷ്യൂ ചെയ്യുന്ന പ്രൊസീജിയർ തുടങ്ങിയിട്ട് ആരാണ് ചെയ്യേണ്ടത്? NCLT ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്നതിൽ NCLT-യുടെ ഫങ്ഷൻസ് എഗെയിൻ ഒന്നും കൂടിയും നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. Class action suits are undertaken against frauds and hence come under section 245 of the Indian Companies Act. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെക്ഷൻ 245 ഏതെങ്കിലും ഒരു വിക്ടിമിന്, പ്ലെയിൻറ്റിഫിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്ന സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. Any company registered under the Indian Companies Act which cheats or steals money from investors is liable to be fined and penalized by the NCLT. അപ്പോൾ NCLT-യുടെ ഒരു ട്രിബ്യൂണലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ വരുന്ന ഗ്രീവൻസ് എന്ന് പറയുന്നത് സോൾവ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ചീറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ സ്റ്റീൽ ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റേഴ്സിന് ആർക്ക് കംപ്ലൈൻറ്റ് അപ്പീൽ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും? ഒരു NCLT-യിൽ ഒരു അപ്പീൽ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ആ NCLT-യുടെ ഓർഡർ പ്രകാരം ഈ ട്രിബ്യൂണലിൽ വരുന്ന ഒരു ഓർഡർ പ്രകാരം ആരാണോ ഈ ഫ്രോഡ് അല്ലെങ്കിൽ മാൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ചെയ്തിട്ടുള്ളത് അവരെ ഫൈൻ ഈടാക്കുകയോ അല്ലെങ്കിൽ പീനലൈസ് ചെയ്യാനുള്ള ഒരു പവർ ആർക്കുണ്ട്? NCLT-ക്ക് ഉണ്ട്. Companies who make money fraudulently by duping investors and shareholders are expected to provide compensation to the victims for their losses. എനി ഫിനാൻഷ്യൽ ലോസ് ഒരു ഇൻവെസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡറിനോ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ കേസ് ഫയൽ ചെയ്യാനും അതുപോലെ തന്നെ ഒരു NCLT ത്രൂ അവരിൽ നിന്ന് പെനാൽറ്റി ഈട് ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം ആർക്കുണ്ട്? NCLT-ക്ക് ഉണ്ട്. അതുപോലെ തന്നെ ആ NCLT ത്രൂ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അതല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കാനും അവരുടെ ഗ്രീവൻസ് എന്ന് പറയുന്നത് സോൾവ് ചെയ്ത് കിട്ടാനും സാധിക്കും.
Class action suits work against both private and public companies but cannot be filed against banking institutions. ഒരിക്കലും ഈ ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്നത് ആർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പാടില്ല, ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ ചെയ്യാനായിട്ട് പാടില്ല. പക്ഷേ അഗെയിൻസ്റ്റ് ആയിട്ട് ആർക്കൊക്കെ ചെയ്യാനായിട്ട്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ അവർക്ക് ഇതിനായിട്ട് എന്ത് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും? ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു റെപ്രസെൻറ്റേറ്റീവ്സിന് കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ആ കേസ് ഫയൽ ചെയ്യുന്നത് ആർക്ക്, എവിടെയാണ് കേസ് ഫയൽ ചെയ്യുന്നത്? ഒരു NCLTയിലാണ് ഈ അപ്പീൽ ഫയൽ ചെയ്യുന്നത്. അത് സോൾവ് ചെയ്യുന്നത് ആരാണ്? ഒരു ഓർഡർ പ്രകാരം ഒരു ട്രിബ്യൂണലിൽ ഇരുന്നു കൊണ്ട് NCLT തന്നെയാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് കണ്ടെത്തുന്നത്. നെക്സ്റ്റ് വൺ ഒപ്രഷൻ. ഒപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീന്? അടിച്ചമർത്ത എന്ന് പറയുന്നതാണ്. സെക്ഷൻ 397 അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് കമ്പനീസ് ആക്ട് 2013 പറയുന്നത്. Under section 397, an individual was given the liberty to file complaints only about ongoing cases of abuse and mismanagement. ഒരു മിസ്മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു അബ്യൂസോ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 397 പ്രകാരം ഒരു ഇൻഡിവിജ്വലിന് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ്. അതെങ്ങനെയാണ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുന്നത്? an individual was given the liberty to file complaints only about ongoing cases of abuse and mismanagement. ഒരു ഓൺഗോയിങ് കേസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മിസ്മാനേജ്മെൻ്റ് ആണെങ്കിലാണ് ഒരു ഇൻഡിവിജ്വലിന് സ്വാതന്ത്ര്യമുള്ളത്, ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ബട്ട് ദ ട്രിബ്യൂണൽ അലൗസ് പീപ്പിൾ ദ ഓപ്പർച്യൂണിറ്റി ടു സീക്ക് ജസ്റ്റിസ് for all forms of abuse whether it be in the past or present. ഇപ്പോഴത്തെയോ അല്ലെങ്കിൽ എപ്പോഴത്തെ ഒരു കേസാണെങ്കിലും അല്ലെങ്കിൽ ഒരു പരാതിയാണെങ്കിലും എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഡിവിജ്വൽസിനും, അതായത് അലൗസ് പീപ്പിൾ ദ ഓപ്പർച്യൂണിറ്റി ടു സീക്ക് ജസ്റ്റിസ് നേടാനുള്ള ഒരു അധികാരം ആർക്കുണ്ട്? ഓരോ ഇൻഡിവിജ്വൽസിനും, ഓരോ കമ്പനിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഇൻഡിവിജ്വൽസിനും ഉണ്ട്. അത് ഇപ്പോഴത്തെയോ അല്ലെങ്കിൽ മുമ്പത്തെയോ ഒരു മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ ഒരു അബ്യൂസോ അല്ലെങ്കിൽ ഒരു മിസ്മാനേജ്മെൻറ്റോ ആകാം. If someone finds that the working of a company is prejudiced and aims to benefit certain parties while being oppressive towards others, then he was the right to approach the tribunal and demand it to look into the matters of the company so as to ensure that all parties involved get justice. അപ്പോൾ ഒരു കമ്പനിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന് തോന്നുകയാണ്, എന്താണ് തോന്നുന്നത്? ആ കമ്പനിയുടെ വർക്കിംഗ് എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം കൊടുക്കുകയും അവർക്ക് കൂടുതലായിട്ട് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടത്തക്ക വിധത്തിലുള്ളൊരു പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന് തോന്നുകയാണെങ്കിൽ നമ്മുടെ NCLT എന്ന് പറയുന്ന ട്രിബ്യൂണലിനെ ഒരു ജസ്റ്റിസിന് വേണ്ടി സമീപിക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ആർക്കാണോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കാം, അവരുടെ ഒരു റൈറ്റ് എന്ന് പറയുന്നതാണ് അവർക്ക് ഒരു ഫിനാൻഷ്യൽ ലോസ് വരാത്തക്ക വിധത്തിൽ, ഒരു ബെനിഫിറ്റ് കിട്ടത്തക്ക വിധത്തിൽ ഒരു ക്ലെയിം ലഭിക്കാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സമീപിക്കുന്ന NCLT എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? ഡിമാൻഡ് ഇറ്റ് ലുക്ക് into the matters of the company so as to ensure that all the parties involved get justice. Justice ആർക്കൊക്കെയാണോ കിട്ടേണ്ടത് അവരോട് ബന്ധപ്പെട്ടുള്ള കമ്പനിയുടെ ഡെയിലി അഫയേഴ്സ് എന്ന് പറയുന്ന മാറ്റേഴ്സിൽ ഇൻവോൾവ് ആവുകയും അവിടെ ഒരു മോണിറ്ററിങ് എന്ന് പറയുന്നതിന് ചെയ്തുകൊണ്ട് ഈ ജസ്റ്റിസ് ആവശ്യമുള്ള ആൾക്കാരുടെ പരാതി സോൾവ് ചെയ്ത് കൊടുക്കുകയാണ് NCLT എന്ന് പറയുന്ന ട്രിബ്യൂണൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ റിവിഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണോ ആ കമ്പനി കൊടുത്തിട്ടുള്ളത്, ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ട് അതിലെന്തെങ്കിലും മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ ഫ്രോഡായിട്ടുള്ള മെറ്റീരിയൽ മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ റിവൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പവറും കൂടിയും ആർക്കുണ്ട്? NCLTക്കുണ്ട്. So, falsification of record books was a significant form of injustice that was prevalent in the past, and section 447 and 448 was added to ensure that such instance would be handled effectively by the tribunal.
അപ്പോൾ NCLT എന്ന് പറയുന്ന ട്രിബ്യൂണൽ സെക്ഷൻ 447 ആൻഡ് സെക്ഷൻ 448 പ്രകാരം അത് ന്യൂ കമ്പനീസ് ആക്ട് 2013 ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 447 എന്ന് പറയുന്നതും സെക്ഷൻ 448 എന്ന് പറയുന്നത്. അത് പ്രകാരം ഏതെങ്കിലും ഒരു റെക്കോർഡ് ഓഫ് ബുക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സിലോ സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള ഒരു ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ മാൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഫ്രോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു എംപവർമെൻറ്റ് ആർക്കുണ്ട്? ഈ ട്രിബ്യൂണലിനുണ്ട്. ഓക്കെ, ന്യൂ അമെൻമെൻറ്റ് കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് ഈ ഒരു റൈറ്റ് ആർക്ക് ലഭിച്ചിട്ടുള്ളത്? NCLTക്ക് ലഭിച്ചിട്ടുള്ളത്. ദീസ് ന്യൂ അമെൻമെൻറ്റ്സ് ഫോർബിഡ് കമ്പനീസ് ഫ്രം ആക്ടിങ് ഓൺ ദെയർ വിൽ ആൻഡ് ഓപ്പണിംഗ് അക്കൗണ്ട്സ് ടു റിവൈസ് ദെയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ മുമ്പ് തയ്യാറാക്കിയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലായ്മ ചെയ്യാനും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനും അതോടൊപ്പം തന്നെ പുതിയൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓർഡർ കൊടുക്കുക അധികാരം ആർക്കുണ്ട്? നമ്മുടെ NCLTക്ക് ഉണ്ട്. Section 130 allows the tribunal authority to command a company to reopen accounts under certain circumstances. ന്യൂ കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെക്ഷൻ 130 എന്ന് പറയുന്നത് ഒരു ട്രിബ്യൂണലിന് ഒരു ന്യൂ അതോറിറ്റി കൊടുക്കുകയാണ്. ആ അതോറിറ്റി പ്രകാരം ഈ NCLTക്ക് എന്ത് കമാൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്? ആ കമ്പനിയുടെ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് റീഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ഓർഡർ കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഒരു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ മാത്രമേ ഈ ട്രിബ്യൂണലിന് എന്ത് കമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ? കമ്പനിയുടെ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് റീഓപ്പൺ ചെയ്യാനുള്ള ഓർഡർ കൊടുക്കാനുള്ള അധികാരം ഉള്ളൂ. While companies are permitted to review their financial statement under section 131, they do not have the power to reopen any accounts. ഇനി reopen ചെയ്യാനായിട്ട് അധികാരമില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? According to section 131 പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ റിവിഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനിൽ എന്താണ് NCLT ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഇൻഫോർമേഷൻ മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ ഒമിഷനോ അല്ലെങ്കിൽ ഫ്രോഡോ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് റീഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓർഡർ കൊടുക്കാനോ അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് റിവ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു കമാൻഡ് ഒരു ഓർഡർ കൊടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? NCLTക്ക്. പുതിയൊരു ന്യൂ അമെൻമെൻറ്റ് ആക്ട് കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെക്ഷൻ 130 ആൻഡ് സെക്ഷൻ 131 പ്രകാരം ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് ആർക്ക് ലഭിച്ചിട്ടുണ്ട്? NCLTക്ക് ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡീരജിസ്ട്രേഷൻ ആണ്. ഡീരജിസ്ട്രേഷൻ എന്ന് പറയുന്നത് മുമ്പ് ലഭിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒഴിവാക്കുക, നീക്കം ചെയ്തുകൊണ്ട് പുതിയൊരു രജിസ്ട്രേഷൻ കൊടുക്കുക എന്ന് പറയുന്നതാണ് ഡീരജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. The tribunal has the power to deregister and dissolve companies which received their active status through fraudulent and illicit means. ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള മാനറിലൂടെ ഒരു രജിസ്ട്രേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ലിസിൻ്റ് ആയിട്ടുള്ള വഴിയിലൂടെയാണ് ആ രജിസ്ട്രേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ എന്ത് ചെയ്യാനുള്ള അധികാരം നമ്മുടെ NCLTക്ക് ഉണ്ട്? ഡിസോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഡീരജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം പവർ ആർക്കുണ്ട്? NCLT എന്ന് പറയുന്ന ട്രിബ്യൂണലിനുണ്ട്. The procedural errors of registration involved concerning a company can be investigated and questioned by the tribunal if it deems it necessary. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊസീജിയറിൽ അതായത് ഇൻകോർപ്പറേഷൻ സ്റ്റേജിലുള്ള ഒരു പ്രൊസീജിയറൽ എറേഴ്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ട്രിബ്യൂണൽ NCLTക്ക് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് എക്സാമിൻ ചെയ്യാനും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു പവർ ആർക്കുണ്ട്? NCLTക്കുണ്ട്. അതുവഴി ഡീരജിസ്ട്രേഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഫോർബിഡ് ചെയ്യാനുള്ള അധികാരം കൂടിയും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? NCLTക്ക് ലഭിച്ചിട്ടുണ്ട്. The last one, converting a public limited company into a private limited company. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് പ്രവർത്തിച്ചിരുന്നതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു പവറും കൂടിയും NCLTക്ക് ഉണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു അധികാരം കൂടിയുണ്ട്. സെക്ഷൻ 13
to 18 of the Companies Act 2013 read with the rules control the conversion of a public limited company into a private limited company. Such conversion needs an erstwhile confirmation from the NCLT. അപ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിക് കമ്പനീനെ പിന്നീട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആരുടെ പെർമിഷൻ ആവശ്യമുണ്ട്? അതായത് NCLTയുടെ കൺഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ് എന്ന് പറയുന്നത് സെക്ഷൻ 13 തുടങ്ങി 18 വരെയുള്ള ന്യൂ കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ള റൂൾസാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ NCLTയുടെ കൺഫർമേഷൻ ലെറ്റർ ഇല്ലാതെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് എന്തായിട്ട് കൺവേർട്ട് ആവാൻ പറ്റില്ല? ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് കൺവേർട്ട് ആവാനായിട്ട് സാധിക്കില്ല. NCLT has the power under section 459 of the Companies Act for imposing specific conditions or restrictions and might subject granting approvals to such conditions. അതുപോലെ തന്നെ NCLTക്ക് അണ്ടർ സെക്ഷൻ 459 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു പവറും കൂടിയുണ്ട്. എന്താണ് പവർ? ഫോർ ഇമ്പോസിങ് സ്പെസിഫിക് കണ്ടീഷൻസ് ഓർ റെസ്ട്രിക്ഷൻസ് ആൻഡ് മൈറ്റ് സബ്ജക്ട് ടു ഗ്രാൻഡിങ് അപ്രൂവൽ ഓഫ് സച്ച് കണ്ടീഷൻസ്. ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനീനെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് പറയാനും അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യണമെന്നുള്ള ഒരു ഓർഡർ കൊടുക്കാനും അപ്രൂവൽ ഗ്രാൻഡ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള കണ്ടീഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? NCLTക്കുണ്ട്. അതിനെ ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്ന് പറയുന്നത് സെക്ഷൻ 13 തുടങ്ങിയിട്ട് 18 വരെയുള്ള പ്രൊവിഷൻസ് ആണ് ഇവിടെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ NCLTയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ 11 ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളതിൽ ഓൾമോസ്റ്റ് ഒരു 6-7 എണ്ണം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതാനും അതുപോലെ തന്നെ അത് പഠിക്കാനും ശ്രമിക്കണം. മുഴുവൻ പഠിക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ വളരെ നല്ലത്. അതായത് NCLT എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാവുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് NCLT എന്ന് പറയുന്നത്. അപ്പോൾ NCLTയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ പറഞ്ഞുള്ളത് രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ്. പ്രീ ഇൻകോർപ്പറേഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രൊസീജിയറിൽ എറേഴ്സ് വരുമ്പോൾ അത് വരാത്ത തരത്തിൽ അത് മോണിറ്റർ ചെയ്യേണ്ട ഒരു ഫംഗ്ഷനാണ് ഫസ്റ്റ് വൺ ആയിട്ട് രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസിൽ പറയുന്നത് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. അവിടെ ഏതെങ്കിലും കമ്പനി അവരുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ റിജക്ഷൻ നടത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന് അതിൽ എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അത് സെക്ഷൻ 58 and 59 പ്രകാരം ഡിസോൾവ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? NCLTക്കുണ്ട്. തേർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരുടെ ഡെപ്പോസിറ്റ് റിലേറ്റഡ് ആയിട്ട് അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റിനോട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യേണ്ട ഒരു പവറും കൂടിയും ആർക്കുണ്ട്? NCLTക്കുണ്ട്. ഇനി പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിൽ മോണിറ്ററിങ് എന്ന് പറയുന്നത് ആര് ചെയ്യണം? NCLT ഏതെങ്കിലും ഒരു മെമ്പേഴ്സ്, അത് ഇപ്പോഴത്തെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു 100 മെമ്പേഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ NCLT എന്ത് ചെയ്യാനായിട്ട് ഉത്തരവാദിത്തപ്പെടുന്നുണ്ട്? അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്ന ഡെയിലി മോണിറ്ററിങ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം NCLTക്കുണ്ട്. നെക്സ്റ്റ് വൺ ഫ്രീസിങ് അസറ്റ്സ് ഓഫ് എ കമ്പനിയാണ്. ഒരു കമ്പനിയുടെ അസറ്റ്സ് ഫ്രീസ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ ആ ഫ്രീസ് ചെയ്തിട്ടുള്ള അസറ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ അല്ലെങ്കിൽ സ്ക്രൂട്ടിനിയുടെ ഭാഗമായിട്ട് അത് വീണ്ടും ഉപയോഗിക്കാനും അതിനോട് അനുബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്പെസിഫിക് കണ്ടീഷൻസിൽ ഒരു സ്പെഷ്യൽ ഓർഡർ പാസ് ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട്. ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് കോഡ് ഓഫ് കണ്ടക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ NCLTക്ക് ഒരു എംപവർമെൻറ്റ് ഉണ്ട്. നെക്സ്റ്റ് വൺ ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഗ്രീവൻസ് റിലേറ്റഡ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു അപ്പീൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓർഡറായിട്ട് ഇഷ്യൂ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? NCLTക്കുണ്ട്. നെക്സ്റ്റ് സെക്ഷൻ 397 പ്രകാരം ഒരു ഓപ്പറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനീസ് അഫയേഴ്സിൽ മാൽ പ്രാക്ടീസോ ഫ്രോഡോ നടത്തുന്നുണ്ടെന്ന് സംശയം തോന്നി ആരെങ്കിലും ഒരു
ഗ്രീവൻസ് അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു ഓർഡർ പാസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? ട്രിബ്യൂണലിലുണ്ട്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് റിവിഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു അക്കൗണ്ട്സ് എന്ന് പറയുന്നത് റീഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിവ്യൂ ചെയ്യാനുള്ള എംപവർമെൻറ്റ് ആർക്കുണ്ട്? NCLTക്കുണ്ട്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാൽ പ്രാക്ടീസ് വഴിയോ അല്ലെങ്കിൽ റോങ് ആയിട്ട് തെറ്റായ വഴിയിലൂടെയാണ് ലഭിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ NCLTക്കുണ്ട്. ലാസ്റ്റ് പറഞ്ഞത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ന്യൂ കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെക്ഷൻ 13 തുടങ്ങിയിട്ട് 18 വരെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്താനും അതുപോലെ തന്നെ അത് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് NCLTയുടെ ഒരു കൺഫർമേഷൻ ലെറ്ററും കൂടി ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനീനെ എന്താക്കാനായിട്ട് സാധിക്കുള്ളൂ? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. അത് നന്നായി വായിച്ച് മനസ്സിലാക്കാനായിട്ട് നോക്കാം. ഇന്നത്തെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് പേജ് നമ്പർ 108 34ാമത്തെ റെഫറൻസ് ആണ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്. അതിൽ ഫെർണാണ്ടോ CA എന്ന് പറയുന്ന ആളുടെ ഒരു റെഫറൻസ് ആണ് ഇന്ന് ഞാൻ കോട്ട് ചെയ്തിട്ടുള്ളത്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രിൻസിപ്പിൾസ്, പോളിസീസ് അതുപോലെ തന്നെ പ്രാക്ടീസസ് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം ഫെർണാണ്ടോ നടത്തിയിട്ടുള്ളത് നിങ്ങളൊന്ന് റെഫറൻസ് ആയിട്ട് എടുക്കുക. അതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് വായിക്കാനും മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ട് റിവ്യൂ എഴുതി നിങ്ങളുടെ നോട്ട്ബുക്കിൽ വെക്കാനായിട്ട് നോക്കുക. എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനും സിസ്റ്റമാറ്റിക്കായിട്ട് കൂടുതൽ വായിച്ച് അറിവ് സമ്പാദിക്കാനും നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഈ ബിരുദ പഠനം എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റായിട്ട് ഇഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാ കുട്ടികൾക്കും വളരെ നന്നായിട്ട് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇന്നത്തെ ഓൺലൈൻ മീഡിയ വഴി ലഭിക്കുന്നുണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.